നമസ്കാരം. ഉഷ സ്റ്റഡി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് NMMS ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ചർച്ച ചെയ്യാം. അതായത് 1 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചർച്ച ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണെന്നാണ്. ടോൾസ്റ്റോയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. പിന്നെ അക്ബർ സ്ഥാപിച്ച മതം ദിന്നില്ലാഹിയാണ്. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ചോദിച്ചെന്ന് വരാം. ശക്തി സ്ഥലമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജസിയ ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. തുഗ്ലക്ക് രാജവംശത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണൻ, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ടോൾസ്റ്റോയ്. മറന്നു പോകരുത്. ഒന്ന് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6, സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണെന്നാണ്. അത് മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും കൂടിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. ഈ സസ്തനികളിലെ കഴുത്തിലെ കശേരുകളുടെ എണ്ണം 7 ആണ്. അത് ഓർത്ത് വെക്കുക. പിന്നെ മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം ചോദിക്കാതെ 24 12 ജോഡിയാണ്, 24 എണ്ണമാണ്. ഇനി ചായയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കുക. ടാനിക് ആസിഡാണ്. ചോളന്മാരുടെ തുറമുഖം ചോദിച്ചെന്ന് വരാം. അത് കാവേരി പട്ടണമാണ്. അപ്പോൾ ഇതിൽ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും മറന്നു പോകരുത്. പിന്നെ ചോളന്മാരുടെ തുറമുഖം കാവേരി പട്ടണം ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ആരുടെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്താണ്. ഹുയാൻ സാങ് ഹർഷൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ മെഗസ്തനീസ് ചന്ദ്രഗുപ്തൻ്റെ കാലത്താണ് സന്ദർശിച്ചത്. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള രാജ്യം, അതായത് കടൽ തീര ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യ സംസ്ഥാനമാണ് ഗുജറാത്താണ്. പിന്നെ കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള കാണാൻ കഴിയുന്ന വെളുത്ത നിറമുള്ള പാളിയാണ് ദൃഢപടലം. ഇത് ഓർത്ത് വെക്കുക. ദൃഢപടലമാണ് കണ്ണിൻ്റെ ഏറ്റവും പുറമേടയിൽ കാണാൻ കഴിയുന്ന വെളുത്ത നിറമുള്ള പാളി. അടുത്ത ക്വസ്റ്റ്യൻ, പേശികൾ ഇല്ലാത്ത അവയവം ഏതാണെന്നാണ്. ശ്വാസോച്ഛ്വാസമാണ്. ഇനി അടുത്തത്, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 80 മുതൽ 120 mg വരെയാണ് അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് വരുന്നത്. പിന്നെ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നത് ഒറീസയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും താണ ദ്രവണാങ്കമുള്ള ലോഹം ഏതാണെന്ന് ചോദിക്കും. മെർക്കുറിയാണ് ലോഹം. പിന്നെ അതുപോലെ തന്നെ LPGയിലെ പ്രധാന ഘടകം ബൂട്ടൈനാണ്. അത് ഓർത്ത് വെക്കുക. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് കുത്തബ് മിനാറിൻ്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പണി പൂർത്തിയാക്കിയതാണ് ചോദിക്കുന്നത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. എല്ലാം ഒന്ന് കറക്റ്റായിട്ട് പഠിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ്, കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ സ്വീകരിച്ച മതം ഏതാണെന്ന് ചോദിക്കുന്നത്. ബുദ്ധമതമാണ്. നമുക്കറിയാം ഒരുപാട് ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചതിന് ശേഷം മനംനൊന്തിട്ടാണ് ബുദ്ധമതം സ്വീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ അക്ബറിൻ്റെ ശവകുടീരം ഏതാണെന്ന് സിക്കന്ദ്രയാണ്. അക്ബറുടെ ശവകുടീരം ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ഫോസിലുകളെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാർബൺ-40 എന്ന ഇത് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റുമാണ്. കലിംഗ യുദ്ധം അതോർത്ത് വെക്കുക. ബുദ്ധമതമാണ് സ്വീകരിച്ച അശോകനാണ് ബുദ്ധമതം സ്വീകരിച്ചത്. ദക്ഷിണ ഭഗീരഥി നദി എന്നറിയുന്നത് കാവേരി നദിയാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് കാർബൺ-40 ആണ്. നല്ലോണം ഒന്ന് പഠിച്ച് വെക്കുക. പിന്നെ ഇതിൽ ഒരു 25 ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 6ാം ക്ലാസ് 7ാം ക്ലാസ് പാഠഭാഗത്തെ ചോദ്യങ്ങളാണ് ഇതിലേക്ക് ഞാൻ എഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നന്ദി, നമസ്കാരം.